ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ഹരിയും ഹരിയുടെ കാമുകിയും കൂടി ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആ സമയത്ത് ഹരി ഈ കാമുകിയെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൂം എടുക്കാം, എന്നിട്ട് അവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്തേ ഹരി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിവിടെ താമസിക്കേണ്ട കാര്യമില്ല, നമുക്ക് നേരെ പോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്, പിന്നെ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാമെന്നേ, നമ്മൾ എൻജോയ് ചെയ്തല്ലോ, നമ്മൾ വേണ്ടുള്ളത് എൻജോയ് ചെയ്ത്, പിന്നെ എന്താ കാര്യം, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഈ കാമുകിയെ വിളിച്ചുകൊണ്ട് നേരെ ആ റിസോർട്ടിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എടാ റൂം റെഡിയായോ? സാർ ഞാൻ റൂമൊക്കെ റെഡിയായി സാർ. ഹരി എന്തിനാ റൂം എടുക്കുന്നത്? അത് വേണ്ട ഹരി, എനിക്കതിനോടൊന്നും ഒരു താല്പര്യമില്ല ഹരി എന്നൊക്കെ ഇങ്ങനെ പറയാം. എവിടെ നമുക്ക് റൂം എടുക്കാടോ, എന്നിട്ട് പിന്നെ പോകാം ഹരി, എനിക്കിപ്പോൾ വിശക്കുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാം ഹരി. ഈ പെണ്ണാണെങ്കിൽ പേടിച്ചിട്ട് അങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ സാർ, ഭക്ഷണം വേണമെങ്കിൽ നേരത്തെ തന്നെ പറയണം കേട്ടോ, പിന്നെ എത്താനായിട്ട് 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അയ്യോ 1 മണിക്കൂറോ എന്നൊക്കെ ഈ പെണ്ണ് ചോദിക്കുകയാണ്. അതെ 1 മണിക്കൂർ, അതായത് ഒരു കോഴിയെ മേടിച്ച് അതിനെ മുറിച്ച് കറി വെച്ച് അങ്ങനെയാണോ 1 മണിക്കൂറാവോ? അതെ മാഡം, ഇവിടെ എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് കിട്ടുന്നത്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകും സാർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ദൈവമേ ഹരി, ഇതൊന്നും ശരിയാവില്ല കേട്ടോ, നമുക്കേ പോണ വഴി പുറത്തുനിന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിക്കാം, അല്ലാതെ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. സാർ അപ്പോൾ റൂം വേണ്ടേ സാർ ചോദിച്ചുകൊണ്ട് കീ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വേണ്ട റൂമൊന്നും വേണ്ട എന്ന് ഈ പെണ്ണ് പറയുകയാണ്. റൂമൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്നേ ഹരി, നമുക്ക് പോകാം ഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് അങ്ങോട്ട് പോവാണ്. എടി അവിടെ നിന്നേടി, നമുക്ക് കൈയും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് പോയാൽ പോരെ. കൈയും കാലം കഴുകാനോ? എന്തിനാ കൈയും കാലം കഴുകുന്നത്? അതിന് കയ്യിൽ ചെളിയോ മറ്റൊന്നും പറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാ കൈയും കാലം കഴുകുന്നത്? നമുക്ക് പോകാം ഹരി. ഓ ഇവളെ കൊണ്ട് തോറ്റു, ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, ഇവൾ അതിന് സമ്മതിക്കില്ലല്ലോ. എൻജോയ് ചെയ്തല്ലോ, നല്ല ഫോട്ടോസുകളല്ലേ നമ്മൾ എടുത്തത്, എന്ത് മനോഹരമാണ് ആ ഫോട്ടോസുകളെല്ലാം. ഇനി സമയം കിട്ടുമ്പോഴൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിക്കണം. പിന്നെ അവളുടെ ഫോട്ടോ കയറ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ ഈ പെണ്ണ് കയറാൻ പോകുന്ന ആ സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് ഹരി പോവാണ്. ഹരി ഞാൻ കയറിയില്ല, നീ എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക അടി, ഒന്ന് കയറടി, എന്തിനാ ഹരി എങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേ ഈ സുന്ദരക്കുട്ടൻ്റെ ഹരിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അതിനൊക്കെ കുറച്ച് ലിമിറ്റ് ഇല്ലേ ഹരി? ദേ ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയത് ശരിയായില്ല കേട്ടോ, പിന്നെ നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? പോകാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പോകാനായിട്ട് വണ്ടി കയറ്, പിന്നെ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരി കയറാന്നേ എന്ന് പറഞ്ഞ് വണ്ടിയിൽ അങ്ങോട്ട് കയറി ഇവരങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയും അതേപോലെ തന്നെ അലീനയാണ്. അപ്പം അലീന ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു കോളിംബെല്ല് കേൾക്കുക. കോളിംബെല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴും ഗോവർദ്ധൻ ബാലേട്ടനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉണ്ടല്ലോ. അങ്ങനെ നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗോവർദ്ധൻ. എന്താ ഇവിടെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ബില്ലിൻ്റെ ബില്ല് കൊടുക്കുകയാണ്. ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എടോ ഇതെന്താണ് 2.25 ലക്ഷം രൂപ ആയോ? ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ആയി 2 ലക്ഷം രൂപ. ഇത് വൈചേച്ചിയുടെ ആങ്ങളമാരെൻ്റെ കയ്യിലിട്ട് തന്നതാണ് ബാലേട്ടന് കൊടുക്കാൻ വേണ്ടി. ഓ നാണോ ഉണ്ട് അവറ്റകൾക്ക്, ബില്ല് കൊടുക്കാൻ എൻ്റെ കയ്യിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. കൊള്ളാം, അത് എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നു അല്ലേ? സ്വന്തം പെങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് പറ്റി കഴിഞ്ഞപ്പോഴേക്കും ആങ്ങളമാർക്ക് ബില്ലടക്കാനായിട്ട് കഴിയില്ല, അത് ഞാൻ അടച്ചോളണം. അത് ബാലേട്ടാ, ഇപ്പം അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ, ബാലേട്ടനല്ലേ വൈചേച്ചിയുടെ ഭർത്താവ്, അപ്പം പിന്നെ ബാലേട്ടനല്ലേ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. എടോ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയ മാസത്തിന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് അവൾക്ക് ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതിന് കുറ്റക്കാരൻ ഞാനാണോ അവളുടെ ബില്ലടക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, പക്ഷേ നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയാണ്, അപ്പോൾ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ട ഭർത്താവാണ്, അതിൽ ഒരു കുറ്റവും പറയാനായിട്ട് പറ്റില്ലല്ലോ ബാലേട്ടാ എന്നൊക്കെ ഇങ്ങനെ ഗോവർദ്ധൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹെടോ ഈ 2.25 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ബാലേന്ദ്രന് ഒരു രോമം പൊഴിയുന്ന ഇത് മാത്രമേ ഉള്ളൂ, പക്ഷെ അങ്ങനെയല്ല എടോ, ഇത് തൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്, അവർക്കെന്താ നേരിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചൂടെ? അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സോ നേഴ്സുമാരോ ആരെങ്കിലും തൻ്റെ കയ്യിലേക്കാണ് ഈ ബില്ല് തന്നിരുന്നെങ്കിൽ കൂടി പ്രശ്നമില്ല, ഇത് ആങ്ങളമാർ തന്നെ, പുന്നാര ആങ്ങളമാർ തന്നെ ആ ബില്ല് തനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നു. എടും നാണോ മാനോ ഉള്ളവരാണെങ്കിൽ എൻ്റെ കയ്യിലേക്ക് തന്നെ. ബാലേന്ദ്ര, ഇത് വൈജയുടെ ബില്ലാണ്, അത് താൻ അടക്കുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അടക്കണോ എന്ന് ചോദിക്കുന്നതാണോ മര്യാദ?
അങ്ങനെയാണ് ആണത്വം. അപ്പൊ ഈ ബാലചന്ദ്രൻ പറയും എൻ്റെ ഭാര്യയുടെ ബില്ല് ഞാൻ അടച്ചോളാം എന്ന്. അതാണ് ഈ ബാലചന്ദ്രന്റെ മര്യാദ. അല്ലാതെ കുറെ ഉണ്ണാക്കന്മാരെ പോലെ കിടന്ന് പെരുമാറിയിട്ട് കാര്യമില്ല. എരിപിരി കയറ്റി കൊടുക്കാനായിട്ട് പലരും ഉണ്ടാകും. പക്ഷേ ഒരാപത്ത് പറ്റി കഴിയാൻ നേരത്ത് ആരും ഇല്ലല്ലോ തിരിഞ്ഞു നോക്കാനായിട്ട്. എവിടെ പോയി പുന്നാരാങ്ങളമാരുടെ സ്നേഹം എന്നൊക്കെ പറയുക. എന്തായാലും ബാലേട്ട, ഈ ബില്ല് നമ്മൾ അടച്ചേ മതിയാവുള്ളൂ, അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഏതായാലും ചേച്ചി രക്ഷപ്പെട്ടല്ലോ, തലനാരിഴൊക്കെ അല്ലേ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് കൊടുക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രന്. വേറൊരു നിവൃത്തിയില്ല. ബാലേന്ദ്രനാണെങ്കിൽ ആ ചെക്കിൽ ഇങ്ങനെ സൈൻ ചെയ്തും കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലീന ഗ്ലാസ് ചായ ആയിട്ട് വരികയാണ്. എന്നാ ചായ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധന് കൊടുക്കുകയാണ്. താങ്ക് യു കേട്ടോ. അപ്പോൾ എന്താ എനിക്ക് ചായ ഇല്ലേ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന പോയിട്ട് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്നും പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കൂടെ മനു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സുനന്ദയും ഉണ്ടായിരുന്നു. അപ്പം മനുവിനോട് ചോദിക്കണം എന്തായി കാര്യങ്ങളൊക്കെ. ഇവിടെ തന്നെ ഇരിക്കായിരുന്നോ? ഇനി സുനന്ദ വീട്ടിലേക്ക് പോയിക്കോളൂ, മക്കളുടെ കാര്യങ്ങൾ നോക്കാനില്ലേ? ശരിയാണ്, അത് കഴിഞ്ഞിട്ട് വേണം ചേട്ടൻ ഇങ്ങോട്ട് വരാനായിട്ട്. എന്നാൽ പിന്നെ ബാലേട്ടൻ ഞാൻ പൊയ്ക്കോട്ടെ. ശരി പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദ അങ്ങോട്ട് പോവുകയാണ്. എന്തായിടാ മനു എന്നൊക്കെ ബില്ലൊക്കെ എടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ. എന്തായി ഡോക്ടർമാർ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും നഴ്സുമാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും താഴെയുടെ എല്ലൊന്ന് പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് സംസാരിക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇനി പെട്ടെന്നൊന്നും സംസാരിക്കലുണ്ടാവില്ലെന്നാണ് നേഴ്സുമാർ ഞങ്ങളോട് പറഞ്ഞതെന്ന് മനു ഇങ്ങനെ പറയുക. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, എന്ത് ചെയ്യാനാണ്. അങ്ങനെ ഗോവർദ്ധൻ വരികയാണ്. അപ്പോൾ ഗോവർദ്ധൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ തിരക്കാം. അപ്പോൾ ഈ ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നേഴ്സ് വന്നിട്ട് പറയണം, അതെ ഇപ്പോൾ വിസിറ്റേഴ്സിന് കാണണമെങ്കിൽ കാണാം കേട്ടോ, ഒരു 5 മിനിറ്റ് സമയമുണ്ട്, ആർക്ക് വേണമെങ്കിലും കാണാം എന്ന് പറയുക. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ എന്തായാലും കണ്ടല്ലേ മതിയാവുള്ളൂ. അങ്ങനെ ബാലേന്ദ്രൻ നേരെ ഐസിലേക്ക് കയറി ചെല്ലുകയാണ്. ഐസിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ചങ്ക് തകർക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ വൈജയെ കാണാനായിട്ട് സാധിച്ചത്. കാരണം ഒരു പകുതി മുഖം മാത്രമേ വൈജയുടെ കാണുന്നുള്ളൂ അവിടെ. അപ്പോൾ വൈജയെ കണ്ട വഴി തന്നെ ബാലേന്ദ്രൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ്. പക്ഷേ വൈജ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ ബാലേന്ദ്രൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ മകളാണോ, നിങ്ങൾക്ക് വേറൊരു സ്ത്രീയിലുണ്ടായ മകളാണോ അലീന? എന്തായാലും 10-24 വർഷം നിങ്ങൾ എന്നെ പറ്റിച്ചു, നിങ്ങൾ എന്നെ ചതിച്ചു, നിങ്ങളുടെ കൂടെയാണല്ലോ ഞാൻ ഇത്രയും നാൾ ജീവിച്ചതെന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പുച്ഛം തോന്നുന്നു. ഇനി എനിക്കത് പറ്റില്ല. എന്തായാലും ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, അലീന നിങ്ങളുടെ സ്വന്തം മകളാണോ ഇല്ലയോ അതും മാത്രമേ എനിക്കറിഞ്ഞാൽ മതി എന്ന് വൈജ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ ഒരു നിമിഷം ബാലചന്ദ്രൻ ആലോചിക്കുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാനിവിടെ നിന്ന് പോവുകയാണ്, എനിക്കിനി ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇറങ്ങിയ കാര്യവും നമ്മുടെ ബാലേന്ദ്രൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ സങ്കടം ഭയങ്കരമായിട്ടും വരിക. അപ്പോൾ ഒരു നേഴ്സ് വന്നപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, ബോധം എപ്പോൾ തെളിയും സിസ്റ്റർ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ സെഡേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു 3-4 ദിവസം പിടിക്കും ബോധം തെളിയാനായിട്ട്. 3-4 മണിക്കൂർ പിടിക്കും ബോധം തെളിയാനായിട്ട്. ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കാനായിട്ട്. പിന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡോക്ടർമാരോട് ചോദിക്കണം. പിന്നെ താടിയെല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഏതായാലും ഐസിയിലേക്ക് പോലും ആർക്കും ഒരു അനുവാദമില്ല. ഡോക്ടറെ കാണാൻ പറ്റുന്നതും വളരെ റിസ്ക്കായ കാര്യമാണ്. പിന്നെ 5 മിനിറ്റ് വിസിറ്റേഴ്സിന് ആർക്ക് വേണമെങ്കിലും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ടൈം തന്നേ ഉള്ളൂ. അങ്ങനെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ബാലചന്ദ്രൻ നേരെ ഗോവർദ്ധൻ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കാൻ, ചേച്ചിയെ കണ്ടോ, എങ്ങനെയുണ്ട് സിറ്റുവേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ ഒരു കിടപ്പ് തന്നെയാണ്, ഒന്നും പറയാനൊന്നും ആയിട്ടില്ല, താടിയെല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ ഗോവർദ്ധ എന്നിങ്ങനെ പറയാം. എന്ത് ചെയ്യാനാണ്, എന്നാലും ചേട്ടനത് കാണാനായിട്ട് സാധിച്ചല്ലോ, അതന്നെ മഹാഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഈ നമ്മുടെ ശിവനെയും അതേപോലെ തന്നെ രാജീവനെയാണ്. അപ്പോൾ ശിവനും രാജീവനും ചോദിക്കണം, എടാ എന്തായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ഞാനിപ്പോൾ ഒരു വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക, ചേച്ചിയുടെ ആക്സിഡൻറ്റ് വീഡിയോ ഇല്ലേ അത് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാണ്.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ വീഡിയോ നിൻ്റെ കയ്യിലുണ്ടോ? ആ വീഡിയോ ഉണ്ട്. അതെങ്ങനെ നിനക്ക് കിട്ടി? ഹരി എന്നാണ്. ഹരി ആ ഒരു സ്പോട്ടിൽ പോയിരുന്നു. എവിടെ നീ ആ വീഡിയോ ഒന്ന് കാണിച്ചേ. അങ്ങനെ ആ വീഡിയോ കാണിക്കുക. എൻ്റെ ദൈവമേ, ഇത് എങ്ങനെ കണ്ടിട്ട് തല പെരുക്കാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അല്ല, ഹരി എപ്പോഴാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ, ആ സമയത്ത് ഹരിയാണ് ആക്സിഡൻറ്റ് സ്പോട്ടിലേക്ക് പോയത്. അവനിങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ കൂടുതൽ താല്പര്യം. അതുകൊണ്ട് വൈജയുടെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്ന് പറയുകയാണ്. ഇത് വല്ലാത്തൊരു സിറ്റുവേഷനായി പോയി. ഏതായാലും ഞാനേ ബാലേന്ദ്രനോട് ബില്ലുകളെല്ലാം അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബില്ലായി. അവനല്ലേ അടക്കേണ്ടത്, അവൻ അടക്കട്ടെ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഗോവർദ്ധന അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എപ്പോഴും നീ മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രം മതിയല്ലോ. പിന്നെ സുനന്ദേച്ചിയൊക്കെ ഇപ്പോൾ പോയതേ ഉള്ളൂ. സുനന്ദേച്ചിയുടെ ഭർത്താവും ഉണ്ടായിരുന്നു, അവരൊക്കെ പോയതേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ആവശ്യം? എന്താവശ്യം? ബില്ലും കാര്യങ്ങളൊക്കെ അടക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതൊക്കെ അടക്കേണ്ടവരാണ് തന്നെ അടച്ചിട്ടുണ്ടല്ലോ. പിന്നെ ആരടക്കണമെന്നാ? ഞങ്ങൾ അടക്കണോ? അവളുടെ ഭർത്താവ് തന്നെയാണ് ബില്ലുകളെല്ലാം അടക്കേണ്ടത്. എന്താ നിനക്ക് പറ്റുമോ? അല്ല, ഇനി നിങ്ങളുടെ പെങ്ങളുടെ ബില്ലും കൂടി ഞാനടക്കാം, അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇവനോടൊന്നും കൂടുതൽ ചൊറിയാൻ പോകേണ്ട ശിവേട്ടാ, അതൊന്നും ശരിയാവില്ല. നമുക്ക് അങ്ങോട്ട് പോകാം. എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കണം. ഞങ്ങളെ ഹോട്ടൽ റൂമിൽ തന്നെ ഉണ്ടാവും. അറിയാലോ കാര്യങ്ങളെല്ലാം. അല്ല, നിങ്ങളെ കൊണ്ട് ഇനി എന്താവശ്യമെന്നാണ് ഗോവർദ്ധന നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ നാണം കെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. എന്ത് ചെയ്യണമെന്ന് ഏത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. ബാലേന്ദ്രനാണെങ്കിൽ വൈജയുടെ അവസ്ഥ കണ്ടിട്ട് ആകെ തല പെരുപെരുത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.